ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പണിയൊക്കെ ലീവായൊക്കെ നമ്മൾ ഊട്ടിയൊന്നും കറങ്ങി വരാതിരിച്ചാണ് ഇറങ്ങിയതാട്ടോ. രാവിലെ തന്നെ മസിനോടി വഴിയാണ് നമ്മൾ പോക്ക്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മാൻകൂട്ടങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കണം. കുരങ്ങണ്ട് മേലെ കൊമ്പിന്റെ മേലെ നിൽക്കണ്. കാലാവസ്ഥ ഒക്കെ നല്ല തെളിവില്ല കാലാവസ്ഥ. ആകാശമൊക്കെ ഉണ്ട്, നീല കളറായി ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ സിംഹവാലങ്കുരങ്ങളുണ്ടല്ലേ, സിംഹവാലങ്കുരങ്ങൾ കുറെ കുട്ടികളും തള്ളാളൊക്കെ ആയിട്ടാണ് വരിക്കരിക്കുന്നുണ്ട്, നല്ല റെഡി ആയിട്ട്. ഇവിടെ വലിയൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്, നല്ല കുന്നത്താണ് നിൽക്കുന്നത്. ഒറ്റക്കുള്ള ആള്, നല്ല സൈസ് സാധനമാണ്. അങ്ങനെ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ആനയും കണ്ടിട്ടോ. കുറച്ച് ഉള്ളിലായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് കല്ലെട്ടിച്ചോരം കയറി അങ്ങനെ ഇറങ്ങാം ഊട്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ ചുരങ്ങളൊക്കെ കയറിയാണ്ട് ഇപ്പോൾ ലാസ്റ്റ് എത്തിക്കണം. എല്ലാ ഹെർപ്പിൻ്റെ പുറം കയറി ഇനി ഊട്ടി റോട്ടൊക്കെ ചാടുകയാണ്. ഇവിടെ ഊട്ടിക്ക് എത്താൻ നേരത്തെ കണ്ടാണ് ഇവിടെ ഒരു കാറ് വഴി തെന്നി മാറിയാണ് നല്ല താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല സ്പീഡ് വന്ന് വളവുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ക്രെയിൻ വന്നുകൊണ്ട് പൊന്തിച്ചാലെ പരിപാടി കൂടെയാണ്. തമിഴ്നാട്ടുകാരൻ തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരാളെന്നെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഗ്രൈഡൊക്കെ വന്നുകൊണ്ട് പൊക്കാനുള്ള ഇതിലാണ്, നല്ല താഴ്ചയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗതിയാടുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടി മറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചെറിയ റിസ്കുകൾ കാണുന്നുണ്ട്. ഒരു കുറേ നേരമായി. പിന്നെ മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത്. ഇവിടേക്ക് നല്ല മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട്. മഴ പെയ്തപ്പോൾ വളവിലായപ്പോൾ തെന്നി പോയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ചേരൊക്കെ നമ്മളവിടെ നിന്നു. നമ്മൾ യാത്ര തുടരുകയാണ്. മഴ വരുന്നുണ്ട്. മഴ ആയ പിന്നെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് സ്വീപ്പാകാരം. രാജു അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ഊട്ടിക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ഗാർഡന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് അവിടെ. നമ്മള് ടിക്കറ്റൊക്കെ നോക്കി നല്ല തിരക്കാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല. ഫ്ലവർ ഷോ നടക്കുന്ന സീസൺ ആയതുകൊണ്ട് കുറച്ചേരം അവിടെ നിന്നാണ് നമുക്ക് നമ്മളെ സിനിമ ലൊക്കേഷനൊക്കെ കാണാൻ ലൗഡ് വേയിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോലെ പരിപാടിയാണ്. നിങ്ങൾ കുറച്ചേരം അവിടെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് പറയാം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ ആഗ്രഹിച്ചാണ് ഇവിടെ നിന്ന് വരണമെന്നുള്ളത്. സിനിമയിലൊക്കെ ഉള്ള ഷൂട്ടിങ് കഴിഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ലൗഡ് വേയിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ മേട്ടുപ്പാളയത്ത് നിന്ന് ടോയ് ട്രെയിൻ ഇവിടെ കഴിഞ്ഞ് ലാസ്റ്റ് ഊട്ടി വരെയാണ്. നമ്മൾ ഒരട്ടം പോയിട്ടുണ്ട് മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ. അന്ന് 70 രൂപയ്ക്ക് ഇത്ര ടിക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകാത്തവരൊക്കെ യാത്ര പോകും. നല്ല രസമാണ്. നല്ല സീസണിലെ ടൈമിൽ വരണം, ഇങ്ങനെ കോടമഞ്ഞുള്ള ടൈമിലൊക്കെ. എന്നാൽ ഈ മലമുകളിലൊക്കെ പോകുമ്പോൾ നല്ല കാഴ്ച കണ്ടിങ്ങനെ ആസ്വദിച്ച് പോരാം. അങ്ങനെ ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് 3 ട്രെയിനായിട്ട് വന്നു. ഞങ്ങൾ കണ്ടുകൊണ്ട് അവിടെ കുറച്ചേരം 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നപ്പോൾ നമ്മൾ റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഹങ്കർ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ. പിന്നെ അവിടെ ചെന്ന് നോക്കി എന്തൊക്കെയാണ് റീൽസിൽ കണ്ട അത്രയൊക്കെ ഭംഗിയുണ്ടൊക്കെ നോക്കാലോ.
ഇതാണ് ഇവിടെ അടുത്തേക്ക് എത്തിയല്ല വ്യൂ, നല്ല വ്യൂ ഉള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് കുറച്ച് പോയിട്ടുണ്ട് വേനലൊക്കെ ആയിട്ടാകാരം. പിന്നെ എടുക്കൽ ടിക്കറ്റ് ചാർജ് ലേശം കൂടുതലാണ്, 100 രൂപയ്ക്കാണ് പോലും പറയുന്നത് ഒരാൾക്ക്. പിന്നെ പറഞ്ഞ് 50 രൂപയ്ക്ക് പോലെ കയറ്റി വിട്ടു. എന്തായാലും 100 രൂപക്ക് കുറെ ഓവറാണ്. ഇവിടെ എല്ലാ കോട മഞ്ഞിലെ ടൈമിലൊക്കെ വരികയാണെങ്കിൽ കാണാൻ നല്ല ഇതിലേറെ ഭംഗിയുണ്ടാവും. ഇവിടെ ഒരു കോട്ടന്മാർക്ക് പഴയൊരു വീടും പിന്നെ ഒരു അപ്പുറത്തൊരു പാടിമാർക്കുള്ള വീട്, 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. ചുറ്റുഭാഗം തേയിലത്തോട്ടങ്ങളാണ്. ഏതോ ഒരു സിനിമയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഈ വീടും ഈ സ്ഥലമൊക്കെ ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാ സിനിമ നമുക്കറിയില്ല. താൽക്കാലികം ഉണ്ടാക്കിയൊരു പാലാട്ടത്, മരം കൊണ്ട് ഉണ്ടാക്കിയാണ് ഇത്. അതിൽ നടക്കുമ്പോൾ നല്ല ആട്ടവും കുലുക്കവും പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അത്ര വലിയ സേഫ്റ്റി അല്ല തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് എൻ്റെ മുറ്റത്തേക്ക് എത്തിയുള്ള വ്യൂ ആട്ടോ. ചുറ്റുപാറും തേയിലത്തോട്ടങ്ങളാണ്, നല്ല വ്യൂ ഉള്ള ഏരിയ. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം വൈകി, 6:30 ഒക്കെ ആവാനായിട്ടുണ്ട്. അതാണ് കുറച്ച് ക്ലാരിറ്റി കമ്മിയുള്ളത്. എന്തായാലും നല്ലൊരു വൈബ് സ്ഥലം തന്നെയാണ്. പാലം കണ്ടില്ലേ, പാലം മരം കൊണ്ടൊക്കെ വിറക് കൊണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊരു പാലം. പിന്നെ തകര ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വല്ലാതെ കൂടെ നടക്കാതെക്കലാകാരം ബുദ്ധി. ഇവിടേക്കായിട്ട് വന്ന് കാണാനുള്ളൊരു ഏരിയ ഒന്നുമില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒക്കെ കയറി ഒന്ന് കണ്ടു പോരാനുള്ളതുണ്ട്. നമ്മളെ പൈക്കര വാട്ടർഫാൾസ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഊട്ടിയിൽ നിന്ന് പോരുമ്പോൾ ഇടത്തെ സൈഡിൽ ചെറിയ റോഡാണ്. അവിടെ ബോർഡൊന്നും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ റോഡ്. 2 കിലോമീറ്റർ വന്നാൽ ഈ സ്പോട്ടൊക്കെ എത്തും. പിന്നെയും പറഞ്ഞ ടിക്കറ്റ് ചാർജൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ കയറാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.